ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് HTML-നകത്ത് ഇമേജസ് ആഡ് ചെയ്യാം എന്നാണ്. സോ നമ്മുടെ VS കോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള ഒന്നുമില്ല, ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഞാനിവിടെ രണ്ട് ഇമേജ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഈ ഒരു കാറിൻ്റെ ഈ ഒരു ഇമേജ്, പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഈ ഒരു പ്രൊഫൈലും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഇമേജസ് നമുക്ക് HTML പേജിൽ ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ img ടാഗ് ആണ് യൂസ് ചെയ്യുക. img ഇമേജ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഇങ്ങനെ വന്നിട്ടുണ്ട് img ഇമേജ്, പിന്നെ ഇമേജ് src ഈക്വൽ, ദെൻ ഇമേജിന്റെ പേര് കൊടുക്കുക. സോ ഇമേജ് src ഈക്വൽ, ഞാനിപ്പോൾ ഇമേജിന്റെ പേര്, ഇപ്പൊ ഞാനിത് ഈ ഒരു എൻ്റെ ചാനലിന്റെ ഈ ഒരു പ്രൊഫൈലാണ് ഇടാൻ ആഗ്രഹിക്കുന്നത്. സോ ഓക്കെ, ഇമേജ് src ഈക്വൽ ഡബിൾ കോട്ടിനകത്ത് ഇമേജിന്റെ പേര്. ഓക്കെ, സോ ഈ ആൾട്ട് എന്താണെന്നല്ല ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഇമേജ് ആഡ് ചെയ്യാൻ സാധിക്കും. കണ്ടല്ലോ, ഇത്രേ പണിയുള്ളൂ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാൻ. ഇമേജ് src ഈക്വൽ, പിന്നെ ഡബിൾ കോട്ടിനകത്ത് നമ്മുടെ ഇമേജിന്റെ പേര്. ഇപ്പോൾ ഇത് എൻ്റെ ഈ ഒരു സെയിം ഫോൾഡറിൽ തന്നെയാണ് ആ ഒരു ഇമേജ് കിടക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന ഫോൾഡറിനകത്ത് തന്നെയാണ് ഈ ഒരു ഇമേജ് ഉള്ളത്. കണ്ടല്ലോ, ഇതെല്ലാം ഈ ഒറ്റ ഫോൾഡറിനകത്താണുള്ളത്. ഇതാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന HTML. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ മറ്റേതെങ്കിലും ഫോൾഡറിനകത്താണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതുപോലെ കണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു ലൊക്കേഷൻ പാത്ത് വേണം അവിടെ അടിച്ചു കൊടുക്കാൻ. സോ ഇതിപ്പോ സെയിം ഫോൾഡറിലായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പണിയുള്ളൂ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാൻ. ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ഒരു ഇമേജ് ലോഡ് ആയിട്ടില്ല, അങ്ങനെ ലോഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ആൾട്ട് എന്ന് പറയുന്നത്. അതായത് അൾട്ടർനേറ്റ് ടെക്സ്റ്റ്. ആൾട്ട് ഈക്വൽ ഡബിൾ കോട്ടിനകത്ത് ഇതിനെപ്പറ്റി ഒരു ചെറിയ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാം, എന്ത് ഇമേജ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. അതായത് എന്തെങ്കിലും കാരണത്താൽ ഈ ഒരു ഇമേജ് ലോഡ് ആയിട്ടില്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ചാനലിൽ നിന്ന് കൊടുക്കുവാണ്. ഓക്കെ, ചാനൽ പ്രൊഫൈൽ ഒന്ന് കൊടുക്കാം, ഐക്കൺ എന്ന് കൊടുക്കാം. ഓക്കെ, ചാനൽ ഐക്കൺ എന്ന് ഞാൻ ഇപ്പോൾ ആൾട്ടിൽ കൊടുക്കുവാണ്. സോ ഇപ്പോൾ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ ഓക്കെ, ഇപ്പോൾ ഒരു ഇതും വന്നിട്ടില്ല, കാരണം ഈ ഒരു ഇമേജ് ഒരു കുഴപ്പമില്ലാതെ ലോഡ് ആയിട്ടുണ്ട്. സോ ഈ ഒരു ഇമേജ് ലോഡ് ആവാതിരിക്കാൻ ഞാനിപ്പോൾ ഈ ഒരു S കട്ട് ചെയ്യാണ്. ഉണ്ടല്ലോ, അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ആ ഒരു ഇമേജ് ലോഡ് ആവാത്തതിനാൽ അതിന്റെ ആ ഒരു എന്താണ് ആ ഇമേജിൽ ഉണ്ടായിരുന്നത് എന്ന് വന്നിട്ടുണ്ട്. എന്തെങ്കിലും കാരണത്താൽ നമ്മളിട്ട് ഇമേജ് ലോഡ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ചെറിയ അതിന്റെ ഒരു ബ്രീഫ് ഇൻഫർമേഷൻ കൊടുക്കാനാണ് ഈ ഒരു ആൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ആൾട്ടിനകത്ത് ഞാൻ കൊടുത്തതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ ഐക്കൺ എന്നുള്ളത് മാറ്റുന്നു, വെറുതെ N മാത്രമാക്കുന്നു. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടല്ലോ, ചാനൽ N എന്ന് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ആൾട്ടിനകത്ത് എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും വരുന്നത്. അത് എല്ലാ സമയവും വരില്ല. ഈ ഒരു ഇമേജ് എന്തെങ്കിലും കാരണത്താൽ ഇമേജിന് ലോഡ് ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം. ഓക്കെ, ഇപ്പൊ ഇത് ഇമേജ് ലോഡ് ആയിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ വന്നിട്ടുണ്ട്. സോ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇമേജിന്റെ സൈസ് തീരെ കറക്റ്റ് അല്ല, എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. സോ സൈസ് നമുക്ക് ചെയ്യാൻ വേണ്ടി ആക്ച്വലി രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് സദാ പോലെ പെർസെൻറ്റേജിൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് പിക്സൽ റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഈ ഒരു ഇമേജിനകത്ത് തന്നെ ഈ ഒരു ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്പേസ് ഇട്ടതിന് ശേഷം വിഡ്ത്ത് ഈക്വൽ ഡബിൾ കോട്ടിനകത്ത് എത്രയാണ്, ഇപ്പോൾ ഞാൻ 200 വിഡ്ത്ത് 200 കൊടുക്കുവാണ്. സെയിം ഫോർ ഹൈറ്റ് ഓൾസോ. ഹൈറ്റ് എത്രയാണ്, ഞാൻ അതും 200 തന്നെ കൊടുക്കുവാണ്. ഇപ്പൊ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാം 200:200 എന്ന രീതിയിൽ ഇത് കണ്ടല്ലേ, ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. സോ ഇപ്പൊ ഞാൻ ഹൈറ്റ് 500 ആക്കി കാണിച്ചു തരാം. ഇത് ഹൈറ്റ് 500 ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഹൈറ്റ് കൂടിയിട്ടുണ്ട്. സോ ഒന്നാമത്തെ മെത്തേഡ് ഇതാണ്. അതായത് നമുക്ക് ഇതുപോലെ റേറ്റ് കൊടുത്തതിന് ശേഷം അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് തന്നെ കോപ്പി ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഇമേജ് തന്നെ ഞാൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ട്, ഇപ്പൊ ഇവിടെ 200 എന്നുള്ളത് ഞാനിപ്പോ 30% എന്ന് കൊടുക്കുവാണ്. 30% വിഡ്ത്തും ഹൈറ്റും 30% എന്ന് കൊടുക്കുന്നു.
ഓക്കെ, ഇപ്പൊ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടല്ലോ, അത് പെർസെന്റേജ് വൈസ് ഏകദേശം 30% എന്ന് പറയുന്നത് 200-ന് സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഓക്കെ, ഇപ്പൊ മാക്സിമൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ സാധിക്കും. അതായത് പെർസെന്റേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജിനനുസരിച്ച് അത് മാറുന്നുണ്ട്, പേജിന്റെ സൈസിനനുസരിച്ച്. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ഒരു പിക്സൽസ് പോലെ കൊടുക്കുവാണെങ്കിൽ അത് എങ്ങനെ വെച്ചാലും ആ ഒരു സെയിം അളവിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പെർസെന്റേജ് എന്നുള്ള 50 ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ 50 ഇട്ട് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മാക്സിമൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആദ്യം ഈ ഒരു പേജിന്റെ 50%ലേക്ക് വിട്ട് വരാൻ വേണ്ടി അങ്ങ് പരന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ എങ്ങനെ ഇട്ടാലും ആ ഒരു പിക്സൽ റേറ്റിന് സെയിം ആയി നിൽക്കും. പക്ഷെ പെർസെന്റേജ് ആണ് ഇടുന്നതെങ്കിൽ നമ്മുടെ പേജിന്റെ സൈസിനനുസരിച്ച് അത് തനിയെ റീസൈസ് ആവും. സോ ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ സെയിം ഫോൾഡറിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ മാത്രമല്ല മറ്റൊരു സെർവറിലുള്ള ഇമേജ് എങ്ങനെ നമുക്ക് ലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ BR ടാഗ് യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ BR ടാഗ് എടുത്ത് കളഞ്ഞ് കാണിച്ചു തരാം. ആണല്ലോ, സെയിം ലൈനിൽ തന്നെ വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് BR ടാഗ് ഇടുന്നത്, അത് മറ്റൊന്നുമല്ല, അതായത് ഒരു ലൈൻ വിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ മറ്റൊരു സെർവറിലുള്ളത് ആഡ് ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ HTML ഓക്കെ, വിക്കിപീഡിയ HTML. ഇപ്പൊ ഇത് ഈ ഒരു ഇമേജ് ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ലോഗോ ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം കോപ്പി ഇമേജ് അഡ്രസ് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു അഡ്രസ് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടിടുക. സോ കോഡെല്ലാം സെയിം തന്നെയാണ്, IMG SCR കോഡ് തന്നെ, ഇമേജ് SRC. സോ നമ്മൾ ലൊക്കേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ പേര് കൊടുക്കുന്ന സ്ഥലത്ത് ഈ ഒരു ലിങ്ക് കൊടുക്കുക, നമ്മളിപ്പോ കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് കൊടുക്കുക. സോ ഇപ്പൊ നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും, റീഫ്രഷ് ചെയ്ത് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുമ്പോൾ ഓക്കെ, സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം താഴെ ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങൾ ലൊക്കേഷൻ കൊടുക്കുന്നതിന് പകരം ആ ഒരു വെബ് അഡ്രസ് അല്ലെങ്കിൽ ആ ഒരു ഏതാണ് ഇമേജിന്റെ ആ ഒരു URL കൊടുത്താലും ഇതുപോലെ തന്നെ വരുന്നതായിരിക്കും. സോ ഇതിന്റെ സൈസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വലുതായി വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന് ഞാൻ ആൾട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, കണ്ടല്ലോ, അപ്പൊ ആ ഒരു ഇമേജും റെഡി ആയിട്ടുണ്ട്. സോ ഇതൊക്കെ ഞാൻ കളിയാണ്. ഇനി അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലോഡ് ചെയ്യാനാണ്. ഇതിപ്പോ സാധാരണ ഇതിനകത്ത് ഒരു ഇമേജ് ലോഡ് ചെയ്യാണ്. സോ നമുക്ക് എങ്ങനെ ഈ ഒരു വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ഇടാൻ നോക്കാം. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇടാൻ വേണ്ടി നമ്മൾ ബോഡിക്കകത്താണ് എഡിറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് CSSന്റെ ആവശ്യമുണ്ട്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ CSS ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ലിങ്ക് ചെയ്യുക. ഇതിന്റെയൊക്കെ ക്ലാസ് ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് പറയുന്നത്. വൃത്തിക്ക് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. CSSന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ബോഡിക്കകത്ത് കൊടുക്കുക, സ്പേസ് ഇട്ടതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എന്നിട്ടതിന് ശേഷം ഓക്കെ ഈക്വൽ ടു ഇടുക. ദെൻ ഡബിൾ കോട്ട് ഓപ്പൺ ചെയ്യാം. ഈക്വൽ ടു ഇട്ട് ഡബിൾ കോട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇമേജിന്റെ പേര് കൊടുക്കുക. ഏതാണ് ബാക്ക്ഗ്രൗണ്ട്? ഇപ്പോൾ ഞാൻ കണ്ടല്ലോ ഈ ഒരു കാർ എന്നുള്ള ഈ ഒരു ഇമേജ് കൊടുക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. സോ പിന്നെ ഇതിനകത്ത് ഇമേജ് മാപ്പിംഗ് അങ്ങനത്തെയൊക്കെയാണ് ഇനി അടുത്തത് വരുന്നത്. അതായത് ഈ ഒരു ഇമേജിനെ നമുക്ക് ലിങ്ക് ആക്കി മാറ്റാം. നമ്മുടെ ലിങ്കിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്.
സോ അത് കാണാത്തവരാണെങ്കിൽ പോയി കാണും. എന്റെ ഇതിന് മുമ്പിട്ട് HTML എല്ലാ പാർട്ടുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക്. സോ പിന്നെ കാർഡും കൊടുത്തേക്കാം, CSS വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.